പാവപ്പെട്ടവർക്കും ന്യൂനപക്ഷത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിയുണ്ട് കേരളത്തിൽ. അത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന്റെ യുവജന വിഭാഗമായ യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറിയുടെ വീടിന്റെ വില അറിഞ്ഞാൽ സാറ് ഞെട്ടും. 1 കോടി രൂപയാണ്. ഇവരാണോ പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, പാവങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്? ഇവിടെ ന്യായമായിട്ടൊരു സംശയമുണ്ട് ശ്രീജിത്തെ. മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും കൂട്ടരും ഇവിടെ വലിയ പ്രക്ഷോഭം നടത്തുകയാണ്. വോട്ടേഴ്സ് ലിസ്റ്റിൽ മരിച്ച ആളിൻ്റെ പേരുണ്ട്, ഇനിയും ജനിക്കാത്ത ആളിൻ്റെ പേരുണ്ട്, 0 എന്ന് പറയുന്ന വീട്ടു നമ്പറിട്ട ആളുണ്ട് എന്നൊക്കെ പറയും. 0 നമ്പർ വീട്ട് ഗതികേട് കൊണ്ടിട്ട് പോകുന്ന വീട് സ്വന്തമായിട്ടില്ല, ഇല്ലാത്ത വീടിന് നമ്പറിടാൻ പറ്റുമോ? ഇതാണ് രാഹുൽ ഗാന്ധിയുടെയും ഗാന്ധി കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് ഇന്ത്യ ഭരിച്ചപ്പോൾ. അല്ല, അതാണ് രാഹുൽ ഗാന്ധിയുടെ നെഹ്റു കുടുംബത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി എല്ലാരും പറഞ്ഞു ഇന്ത്യയുടെ ദാരിദ്ര്യം മാറ്റാനായി ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന്. രാഹുൽ ഗാന്ധിക്ക് ഇത് പറയാൻ കഴിയുന്നില്ല. കൃത്യമായി മോദി വന്ന് ഈ ദാരിദ്ര്യം മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇത് എല്ലാ കാലത്തും പറയാം, പട്ടിണി മാറ്റിത്തരാം, പട്ടിണി മാറ്റിത്തരാം, പട്ടിണി മാറ്റിത്തരാം. അതിന് മാറുന്നു? അതുമില്ലേ. പട്ടിണി മാറുന്നതും കോടീശ്വരരാകുന്നതും നെഹ്റു കുടുംബം. ധാരാവിയിലെ ടാർപോളിൻ ഷീറ്റുകൾക്കുള്ളിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് എന്ത് വീട്ടു നമ്പരാണ്? മുംബൈയിലെ തെരുവീതികളിൽ പൈപ്പുകളിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് എന്ത് വീട്ടുപേരാണുള്ളത്? അടച്ചുറപ്പുള്ള വീടല്ലാതെ പുറമ്പോക്ക് ഭൂമികളിൽ ടാർപോളിൻ ഷീറ്റിട്ട് കഴിയുന്ന ആൾക്കാർ ഇന്ത്യയിൽ ജനിച്ച രാഹുലിന് ഇതെല്ലാം അറിയാമോ? പിന്നെ ഒരു വീട്ടിൽ 80. അതിൽ അസ്വാഭാവികതയില്ല. 2 തരത്തിലുണ്ട്. മുസ്ലിം കുടുംബങ്ങളിലെ പ്രത്യുൽപാദന ശേഷി വളരെ കൂടുതലാണ്. സന്തോന ഉൽപാദനം 2-3 ഭാര്യമാരിലായിട്ട് പലരുമായിട്ട് ചേർന്നിട്ട് നടത്തുന്നു. ദാരിദ്ര്യം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്, ഞാൻ സമ്മതിക്കുന്നു. ഒരുപാട് കുട്ടികളുണ്ടാവും, ഒരു ഗർഭ നിയന്ത്രണവും ഉണ്ടാവുന്നില്ല ഇവിടെ. വീണ്ടും പെൺകുട്ടികൾ 16 വയസ്സാകുമ്പോഴേ കല്യാണം കഴിച്ചു തുടങ്ങുന്ന ആ പ്രക്രിയ, പ്രസവ പ്രക്രിയ നിർത്തുന്നത് ഒരു 50 വയസ്സും കഴിഞ്ഞതിന് ശേഷമാണ്. ആ രീതിയിലാണ് അവർക്ക് ജീവിതം പോകുന്നത് ഉത്തരേന്ത്യൻ മുസ്ലിമിൽ. അതാണ് സച്ചാർ കമ്മിറ്റിയിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് ശരിയാണ്, വാസ്തവമാണെന്ന് സമ്മതിക്കുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിക്കും കുടുംബത്തിനും ഈ വരുമാനമല്ല എവിടെ കിട്ടി? അവരെപ്പോഴും വിദേശയാത്രയാണ്. നമ്മളിങ്ങനെ അപ്പുറത്തോ ഇപ്പുറത്തോ വീട്ടിൽ പോകുന്ന പോലെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വിദേശയാത്രയാണ്. സുപ്രധാനമായ ഒരു ബില്ലിൻ്റെ ചർച്ചയിൽ എന്താ പങ്കെടുക്കാത്തതെന്ന് ചോദിച്ചാൽ പ്രിയങ്ക ഗാന്ധി, അതെൻ്റെ അമ്മായിയുടെ ഉമ്മായിക്ക് അവിടെ ബർത്ത്ഡേ ആഘോഷമായിരുന്നു, അതിന് പങ്കെടുക്കാൻ പോയതാണ്. അപ്പോൾ വിദേശത്താണ് ഇവരുടെ ബന്ധങ്ങൾ മുഴുവൻ. ചൈനയുമായിട്ടുണ്ട് രഹസ്യമായിട്ടുള്ള ബന്ധം, അത് വേറെ കാര്യം. പാകിസ്ഥാനുമായിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഇടയ്ക്കിടയ്ക്ക് പട്ടായയിലുമൊക്കെ പോകുന്നത് ചൈനീസ് പ്രതിനിധികളുമായിട്ട് സംസാരിക്കാനാണെന്ന് പറഞ്ഞു. ചൈനീസ് അംബാസഡറുമായിട്ട് എംബസിയിൽ പോയി സംസാരിച്ചിട്ടുണ്ട്. ചൈന പറയുന്നതും പാകിസ്ഥാൻ പറയുന്നതുമാണ് ഇവരുടെ സത്യങ്ങൾ. അതവിടെ ഇരുന്നോട്ടെ. ഈ കോടിക്കണക്കിന് രൂപയുടെ വിദേശയാത്രകൾ, വിദേശ ചികിത്സകൾ, ഇങ്ങനെ രാജ്ഞിയെപ്പോലെയും രാജകുമാരികളെപ്പോലെയുള്ള ആഡംബരങ്ങൾ, ഇതിനൊക്കെ പണം ഇടുന്ന ഒരു MP ക്ക് ഇത്രയും പണം കിട്ടുമോ? അപ്പോൾ ഇതിൻ്റെ സോഴ്സ് എന്താ? പണ്ട് മോദി ഒരിക്കൽ ചോദിച്ചതാണ്, അവർക്ക് ഈ സർക്കാരിൽ നിന്നും പണം ലഭിക്കുന്നു എന്ന് പറയാം. മറിച്ച് ഈ MLA പോലും അതിലേക്ക് വരാം പടിപടിയായിട്ട് അതിലേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് വ്യക്തമല്ല. ഇത്രയും വരുമാനം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ED ആണിപ്പോൾ സോഴ്സ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ കാണിച്ച കള്ളത്തരങ്ങൾ, യങ് ഇന്ത്യ, നാഷണൽ ഹെറാൾഡ്, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വകതിരിച്ച് ഭൂമി, കൃഷിക്ക് വേണ്ടിയുള്ള ഭൂമി, അതിൻ്റെ വകം മാറ്റൽ, ഈ പ്രക്രിയകളിലൂടെയൊക്കെ അഴിമതിയും കള്ളത്തരവും നടത്തിയാണ് ED അതുവഴി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും വേണ്ടതാണ്. കേരളത്തിലെ ഒരു മന്ത്രി എനിക്കറിയാം, സ്കൂട്ടറിൽ പണ്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആൾ മന്ത്രിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ ലംബോർജിനി കാറിലാണ് സഞ്ചാരം. 2 വീടുകൾ തിരുവനന്തപുരത്തുണ്ട്. അല്ലാതെ ഈ ആസ്തിയും ബാധ്യതകളൊക്കെ ഒരുപാടായിട്ട് ഉണ്ട്. മറ്റൊരാളിൻ്റേതെന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് 4 ജീവനക്കാരിയായിരുന്നു അമ്മ. നന്നായി വരട്ടെ, നല്ലത് തന്നെ. പക്ഷേ അദ്ദേഹം മന്ത്രിയായി കഴിഞ്ഞപ്പോൾ ഒരു ചന്ദന മാളികയാണ് പിന്നെ ഇവിടെ തീർത്തത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലത്തും അത് തന്നെ തീർത്തിട്ടുണ്ട്. CPM-ലെയും കോൺഗ്രസിലെയും എല്ലാ മന്ത്രിമാരും ഇങ്ങനെ ഈ വരുമാനം എങ്ങനെ ഉണ്ടാവുന്നു? ലോട്ടറി അടിച്ചതൊന്നും അല്ലല്ലോ, വിദേശ രാജ്യത്തൊന്നും കൊണ്ടൊന്നും അല്ലല്ലോ എന്ന് പറയുന്ന പോലെ ഇപ്പോൾ മന്ത്രി പോലും ഒരിക്കലുമായിട്ടില്ലാത്ത PK ഫിറോസും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വലിയ പണക്കാരനാകുന്നു. ആകെപ്പാടെ അദ്ദേഹത്തിനുള്ളത് 12.5 സെൻറ്റ് സ്ഥലമാണ്. അത് വലിയ വിലയൊന്നും ഉള്ളത് 10 ലക്ഷം രൂപ സെൻറ്റിന് വില വരുന്നത് മാത്രമാണ്. സാധാരണക്കാർക്കെല്ലാം ഉണ്ട്. ലോവർ മിഡിൽ ക്ലാസ്സിന് വരെ അത്രയും ആസ്തികൾ കാണും കേരളത്തിൽ. അങ്ങനെയുള്ള ഒരാൾ ഇപ്പോൾ 1 കോടി രൂപയുടെ വീട് വെച്ചാണ് സുഖമായിട്ട് താമസിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വിദേശയാത്രകൾ നടത്താറുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഒരു പ്രോജക്റ്റ് തുടങ്ങിയിരിക്കുന്നത് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. ആഡംബര വീടും വില്ല പ്രോജക്റ്റും. മുസ്ലിം ലീഗ് എപ്പോഴും പറയുന്നത് പിന്നാക്കക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ആ പാർട്ടി അക്ഷീണം യജ്ഞിച്ച് കൊണ്ടിരിക്കുന്നതെന്നാണ്.
പക്ഷേ 1 കോടി രൂപയുടെ ആ അപ്പർ മിഡിൽ ക്ലാസ്സിന് വേണ്ടിയിട്ട്, അപ്പർ മിഡിൽ ക്ലാസ്സിൽ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള വീടുകൾ. കുന്നമംഗലം എന്ന് പറയുന്ന സ്ഥലം ദേശീയപാതയുടെ സമീപത്താണ്. അപ്പോൾ അതിൻ്റെ വില എത്രമാത്രം ഒന്ന് ഊഹിച്ചാൽ മതി. ആ സ്ഥലത്ത് കോഴിക്കോട് ഇതുപോലെ തന്നെ കുന്നമംഗലത്തിൽ ബ്ലൂ ഫിന്നും പറഞ്ഞൊരു പ്രോജക്റ്റ് കോഴിക്കോട്ടും ആരംഭിച്ചിരിക്കുന്നു. എവിടെ ഇതിൻ്റെ സോഴ്സ് അറിയണ്ടേ? എങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കുറേയേറെ വർഷങ്ങളായിട്ടിരിക്കുന്ന ഇദ്ദേഹത്തിന് ഇത്രയും സമ്പാദിക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്നുള്ള ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് കെ ടി ജലീലാണ്. ഇതേ കെ ടി ജലീൽ തന്നെ നേരത്തെ വയനാട്ടിൽ അവിടെ ദുരന്തബാധിത മേഖലയിൽ വസ്തു വാങ്ങിച്ചതിൽ മുസ്ലിം ലീഗ് വമ്പിച്ച കള്ളത്തരം കാണിച്ചു എന്നാണ് പറയുന്നത്. അതായത് നിസ്സാര വിലയ്ക്ക് കമ്പോളത്തിൽ ലഭിക്കുന്ന വസ്തു വളരെ വില കൂട്ടി മാർക്കറ്റ് വിലയേക്കാൾ കമ്പോള വിലയേക്കാൾ വളരെ വില കൂട്ടി വാങ്ങിച്ചു. കാരണം എന്തായിരുന്നു? ആ വസ്തു ഒരു മുസ്ലിം ലീഗ് നേതാവിൻ്റെ ബന്ധുവിൻ്റെതായി. അങ്ങനെയുള്ള കള്ളത്തരങ്ങൾ കാണിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കെ ടി ജലീലിൻ്റെ ഒരു സൂചന എന്ന് പറയുന്നത് ഉന്നാവ, കത്വ തുടങ്ങിയ സ്ഥലങ്ങളിൽ ന്യൂനപക്ഷത്തിൽപ്പെട്ട ആൾക്കാർ പീഡനത്തിന് ഇരയായപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വൻതോതിലുള്ള ഒരു പിരിവ് നടത്തി. നമുക്കറിയാമല്ലോ, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ കോടികൾ എന്ന് പറഞ്ഞാൽ അവർക്കൊന്നുമല്ല. ആ തരത്തിലുള്ള പിരിവ് കിട്ടിയിട്ടുണ്ടാകണം. ബ്രൂണൈ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഏത് രാജ്യത്ത് പോയാലും ശരി, ഇന്ത്യയിൽ ഇങ്ങനെ ന്യൂനപക്ഷം പീഡിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അവർ ഈ ഭിക്ഷ കൊടുക്കുന്നവർ തോടും. ആ തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കോടികളാണ്. ആ കോടികൾ കിട്ടിയിട്ടും ഇരകളായവർക്ക് അവർ കൊടുത്ത് എത്ര ലക്ഷം രൂപയാണെന്ന് അറിയാം? 6 ലക്ഷം രൂപ മാത്രമാണ്. അപ്പോൾ ഇതാണെന്ന് കെ ടി ജലീൽ പറയാതെ പറയുന്നുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട കാരണമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ രാഷ്ട്രീയക്കാരുടെ ധനസമ്പാദന മാർഗം എന്ന് പറയുന്നത്. ഈ കള്ളവോട്ടിൽ പാവപ്പെട്ട മരിച്ചുപോയ ആൾക്കാരുടെ പേരുണ്ടെന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു ജനാധിപത്യ വിരുദ്ധ പ്രക്രിയയല്ലേ ഇതിനെക്കുറിച്ച് അന്വേഷണം? രാഹുൽ ഗാന്ധി കമാന്നൊരു അന്വേഷണം. കാരണം എന്താ? അവരുടെ വയനാട് പരാജയപ്പെടും, സഹോദരി വീട്ടിലിരിക്കേണ്ടി വരും, പരാജയപ്പെടേണ്ടി വരും, പരാജയപ്പെട്ടു പോകും. സ്വർണ്ണക്കടത്ത് ഈ ഇഷ്യൂ എല്ലാം ഉന്നയിക്കാറുണ്ടോ? ഈ ഇഷ്യൂ ഒന്നും അദ്ദേഹം ഉന്നയിക്കുന്നില്ല. തൊഴിലില്ലായ്മ ഇപ്പോൾ ഉന്നയിക്കാറില്ല. കാരണം എന്താ? കൂടുതൽ പേര് തൊഴിൽ കിട്ടി വരുന്നു. ദാരിദ്ര്യം കാരണം എന്താ? ദാരിദ്ര്യ മേഖലയ്ക്ക് അപ്പുറം കടന്നിരിക്കുന്നു. കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് അവിടെ ആ മേഖലയിലായിരുന്ന ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയായിരുന്ന 26% പേര് അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായിട്ട് കേരളം മാറുന്നു. അതുപോലെ കേരളം മാത്രമല്ല, ഒരുപാട് സംസ്ഥാനങ്ങളും ഈ കേന്ദ്രം നൽകുന്ന ഉദാരമായിട്ടുള്ള ധനസഹായം കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സംശയമൊന്നുമില്ല. ഇത് അക്കനോളജി ചെയ്യാൻ കേരളം പഠിക്കും. നവംബർ 1 കേരളം അതിദാരിദ്ര്യ വിമുക്തമായിട്ട് മാറും. കേന്ദ്രം നൽകുന്ന ഉദാരമായ സമീപനം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. മറിച്ചാണ് ഇവർ പറയുന്നത്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ദാരിദ്ര്യം പറയാൻ പറ്റത്തില്ല, ഗരീബി ഹഠാവോ പറയാൻ പറ്റത്തില്ല, പിന്നെ തൊഴിൽ ഇല്ലായ്മ പറയാൻ പറ്റത്തില്ല, വിലക്കയറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താ? കഴിഞ്ഞ ഇന്നു വരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു റെക്കോർഡാണ്. 2% മാത്രമാണ്. കോൺഗ്രസിൻ്റെ കാലത്ത് അത് ഡബിൾ ഡിജിറ്റ് ആയിരുന്നു, 10-ന് മുകളിലായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഇങ്ങനെയുള്ള കോർ ഇഷ്യൂസ് ചർച്ച ചെയ്യാതെ നിസ്സാരമായിട്ടുള്ള ക്ലറിക്കൽ എറേഴ്സ് എന്ന് പറയാവുന്ന ക്ലറിക്കൽ എറേഴ്സിൻ്റെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുന്നിൽ പോവുക. എന്നിട്ട് സുപ്രീം കോടതിയിൽ ഇവർ കേസ് കൊടുത്തോ? ഏതെങ്കിലും കോടതിയിൽ ഇങ്ങനെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് തെറ്റായിട്ട് വന്നു എന്നൊരു പരാതി കൊടുത്തോ? കാരണം എന്താ? ആ പരാതിക്ക് ലോക്കൽ സ്റ്റാൻഡ് ലഭിക്കുകയില്ല. കാരണം അത്ര നിസ്സാരമാണ്. എന്നിട്ട് അതെന്തോ വലിയൊരു മലയാണെന്നും പറഞ്ഞ് ഒരു ചിതൽപുറ്റിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. അത് ഏറ്റുപാടിക്കൊണ്ട് ഇവിടെ CPM നാടകം കളിക്കുകയാണ്. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. ജനാധിപത്യത്തിലൂടെ വിജയിച്ച ആളിനെ അഭിനന്ദിക്കുകയും സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ ആ വിജയത്തെ കാണുകയും ചെയ്യുന്നത് മർമ്മപ്രധാനമാണ്. അതിന് പകരം ഇങ്ങനെ അത് കള്ളത്തരം കൊണ്ടാണ് കള്ളത്തരമെന്ന് പറഞ്ഞ് ഉള്ള കള്ളത്തരങ്ങൾ ഇങ്ങനെ പ്രയോഗിച്ച ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് പറയുന്നത് വളരെ വളരെ നീചവും നികൃഷ്ടവുമായിട്ടുള്ള ഒരു ജനാധിപത്യ വിരുദ്ധ പ്രവണതയാണ്. അവർ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കാൻ ഒരിക്കലും യോഗ്യതയല്ല. ജനാധിപത്യ ഭരണത്തിൽ അധികാരത്തിൽ വരാനും യോഗ്യരല്ല. അത് ജനങ്ങൾ തെളിയിച്ചു കൊടുത്തോളും അടുത്ത തെരഞ്ഞെടുപ്പിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.